പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കൈതേപ്പാലത്ത് സ്ഥിതി ചെയ്യുന്ന വെറ്റിനറി പോളിക്ലിനിക്ക് ഇത് ഏറ്റവും മികച്ച ഒരു മൃഗാശുപത്രി തന്നെയാണ്. പുതുപ്പള്ളിക്കാർക്ക് മാത്രമല്ല, പുതുപ്പള്ളിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള നിരവധി ആൾക്കാർ മൃഗങ്ങളെയായിട്ട് ഇവിടെ വന്ന് ചികിത്സ തേടിപ്പോകുന്നതാണ്. ഇത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശ്രമഫലമായി 2 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറുള്ള ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് ഇത് വന്നതാണ്. ആ സമയത്ത് തന്നെ നൈറ്റ് വെറ്റിനറി ഡോക്ടറെ ഇവിടുന്ന് ഒഴിവാക്കിയുണ്ടായി. തുടർന്ന് ക്ലറിക്കൽ സ്റ്റാഫിനെ ഒഴിവാക്കി. ദിവസവും 100 കണക്കിന് കർഷകർക്കും മൃഗസ്നേഹികൾക്കും ഉപയോഗപ്രദമായിരുന്ന ഈ ആശുപത്രി ഇവിടെ കൊണ്ടുവന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഈ ആശുപത്രിയിലെ ആധുനിക ലാബ് ടെക്നീഷ്യനെയും വൈക്കം വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ഉത്തരവും പ്രകാരമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ലാബ്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ നല്ല സംവിധാനത്തിലുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ, അതൊക്കെ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇവിടെ ഞാനും കഴിഞ്ഞ ദിവസം വീട്ടിലൊരു നായ ഉണ്ടായിരുന്നു. അതിന് ഒരു പനി വന്നപ്പോഴത്തേന് അതിനെ ഇവിടെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഈ ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേന് അറിയാൻ പറ്റിയത് അതിന് ഈ ചെള്ളുപനി എന്ന് പറയുന്നത്, അത് ബ്ലഡും മലമൊക്കെ എടുത്തതിന് ശേഷമാണ് ഇവർ അവിടുന്ന് പരിശോധന റിസൾട്ട് വന്നതിനാണ് ഇത് കൺഫേം ചെയ്തത്. അങ്ങനെ 3 ദിവസം പട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ആൻറ്റിബയോട്ടിക് എടുത്തതിന് ശേഷമാണ് അതിന് ഭേദമായത്. വീട്ടിലിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പോലെ തന്നെ അത് കിടക്കുകയായിരുന്നു, വേറെ ഒരു അനക്കവും ഇല്ല കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സംവിധാനങ്ങൾ ഇതുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററാണ് ഇവിടെ, എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു മൃഗാശുപത്രിയാണ് കൈതേപ്പാലത്തെ ഈ വെറ്റിനറി പോളിക്ലിനിക്ക്. ഇതിനെതിരെയാണ് ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും അതുപോലെ കോൺഗ്രസിൻ്റെ മുഴുവൻ പിന്തുണയോടുകൂടി ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLAയുടെ പിന്തുണയോടുകൂടിയാണ് ഇന്ന് ഇവിടെ ഈ സമരം നടത്തിയത്. അതിൻ്റെ ചടങ്ങുകളിലേക്ക് നമുക്ക് പോകാം. ആയിരത്തി 1985 ഉമ്മൻചാണ്ടി സാർ MLA ആയിരുന്ന സമയത്താണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ നടന്നത്. ശ്രീ KP നൂറുദ്ദീനാണ് അന്നത്തെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഞങ്ങൾക്ക് അവിടെ പറയണമെങ്കിൽ അതിന്റെ ഓർഡറിന്റെ കോപ്പി വേണം. കാരണം നമുക്ക് ഈ ഓർഡർ ക്യാൻസൽ ആയ ഞാൻ വീട്ടിലെ പട്ടിയും കൊണ്ട് വന്നപ്പം ഇവിടെ കിടത്തിയാണ് ട്രിപ്പിട്ട് 2-3 ദിവസം അവിടെ ട്രിപ്പിട്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രവർത്തന സമയമാണ് ഇവിടെ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. രാവിലെ 8 മുതൽ 2 മണി വരെ, ഉച്ച കഴിഞ്ഞ് 2 മുതൽ 8 വരെ. അതുപോലെ ഞായറാഴ്ചയും രാവിലെ തൊട്ട് ഉച്ച വരെയുണ്ട്.
ഇത് അത് അടുത്ത കാലത്ത് നിർമ്മിച്ച പുതിയ ബ്ലോക്കാണ്. അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തിയത് ഉമ്മൻചാണ്ടി സാറാണ്. വെറ്റിനറി ക്ലിനിക്കൽ കോംപ്ലക്സ്. അതുപോലെ ഇവിടെ ഒരു ഫലകവും കൂടെ കൊടുത്തിട്ടുണ്ട്. പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം വെറ്റിനറി പോളിക്ലിനിക്ക് പരിയാരം. അത് ഉമ്മൻചാണ്ടി സാറാണ്. അന്ന് നിരവധി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം അതിൻ്റെ അകത്ത് പങ്കെടുത്തതാണ്. അത് 2013 നടന്നത്. പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും, പ്രത്യേകിച്ച് അച്ഛൻ്റെ വാർഡുകളിൽ ഏറ്റവും കൂടുതൽ ശല്യമുള്ളത് തിരുവനായുടെ ശല്യം ഭയങ്കരമാണ്. ജില്ലാ പഞ്ചായത്തും മൃഗാശുപത്രികളെ സംരക്ഷിച്ച് ഒരു പോളിക്ലിനിക് എന്ന നിലയിൽ ഒരു തെരുവ് നായ്ക്ക് ഒരു ഷെൽട്ടർ മുൻകാലങ്ങളുണ്ടായിരുന്നു. അത് പുനഃസ്ഥാപിച്ച് ഈ പേപ്പട്ടി ശല്യവും മറ്റു പട്ടിയുടെ ശല്യവും പൊതുജനങ്ങൾ വളരെയുണ്ട്. അത് മാറ്റാൻ നടപടി സ്വീകരിക്കണം. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഷെൽട്ടർ ഉണ്ടായിരുന്നു. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ ആണോ ഡോക്ടർമാരുടെ അനാസോട് മാറി നിൽക്കുന്നത്. അവിടെ ശക്തമായ സമര പരിപാടി പട്ടികളെ കൊണ്ടുവന്ന് ഒരു ചാനൽ കാലം വരെ ശക്തമായ സമരം ഉണ്ടാകും. ഉടൻ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പുതുപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പം അനുദിനം വർദ്ധിച്ചു വന്നിരിക്കുകയാണ് തെരുവ് നായ്ക്കളുടെ ശല്യം. പുതുപ്പള്ളി തന്നെയല്ല, എല്ലായിടത്തും ഉണ്ട്. ഇതുപോലെ വേസ്റ്റുകളെല്ലാം റോഡ് സൈഡിലൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് പട്ടിശല്യങ്ങൾ കൂടുതലുണ്ടാകുന്നത്. ഇവിടെ തന്നെ പട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം നിന്നു. സദനത്തിന് സമീപം ഒരു ദിവസം ഉപവാസം ഇരുന്നതൊക്കെ നമ്മളെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തെ ഈ നിയോജക മണ്ഡലത്തിലെ സർക്കാർ പരിപാടികളിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള എതിരെയുള്ള ശക്തമായ നടപടിക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പരാതി പറയുന്നതും നിയമസഭയിൽ കറുത്ത ഷർട്ട് ധരിച്ച് കയറിയതുമൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. നിരന്തരം ചാണ്ടി ഉമ്മന് നേരെയുള്ള അവഗണനയുടെ അവസാന വാക്കായിട്ടാണ് പരിയാരം പോളിക്ലിനിക്കിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലാബും ഇവിടെ ഉണ്ടായിരുന്ന ലാബ് ടെക്നീഷ്യൻ്റെ പോസ്റ്റും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇന്ന് ക്ഷീരവികസന വകുപ്പിൻ്റെ മന്ത്രിയായി നിലകൊള്ളുന്ന ചിഞ്ചു റാണിയുടെ നിർദ്ദേശപ്രകാരം, കോട്ടയത്ത് ഒരു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇത് വൈക്കത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതിനു മുമ്പ് കോട്ടയ്ക്കാട് ആശുപത്രിയിലുണ്ടായിരുന്ന ആംബുലൻസ് പോലും അവിടുന്ന് മാറ്റുന്നതിനുള്ള ശ്രമം നടക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ആ നാട്ടുകാരും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൻ്റെ ഫലമായിട്ടാണ് കോട്ടയ്ക്കാട് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആംബുലൻസ് അവിടെ സ്ഥിരമായി നിലനിർത്തുവാൻ കഴിഞ്ഞത്. അങ്ങനെ ധിക്കാരപരമായ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന നടപടികളുമായി പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ധർണാ സമരവുമായി ഞങ്ങൾ മുൻപോട്ട് വന്നിരിക്കും. കഴിഞ്ഞ പദ്ധതി വർഷം ഈ ബ്ലോക്കിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ മുടക്കി 30 ലക്ഷം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ പരിയാരം പോളി ക്ലിനിക്കിന് വേണ്ടി നൽകിയതോടൊപ്പം തന്നെ 15 ലക്ഷം രൂപ ഈ പോളി ക്ലിനിക്കിലെ സ്കാനിംഗ് മെഷീൻ വാങ്ങുന്നതിന് വേണ്ടി നൽകി. കോട്ടയം ജില്ലയിൽ ആദ്യമായി ഒരു മൃഗാശുപത്രിയിൽ ഒരു പോളി ക്ലിനിക്കിൽ ഒരു സ്കാനിംഗ് മെഷീൻ വെച്ചത് കോട്ടയം ജില്ലയിലെ പരിയാരം പോളി ക്ലിനിക്കിലാണ്. ആന മുതൽ കുഞ്ഞ് മുയലും പൂച്ചയും വരെയുള്ള മൃഗങ്ങളുടെ രോഗങ്ങളെ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിച്ചുകൊണ്ട് അവയെ ചികിത്സിക്കുന്നതിനാവശ്യമായ നടപടിക്രമം പള്ളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളി ഡിവിഷനിലെ മെമ്പർ എന്ന നിലയിലും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നിർദ്ദേശപ്രകാരവും ഇവിടെ വികസന പ്രവർത്തനം നടത്തി. ഈ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രഥമ മൃഗാശുപത്രിയായി പോളിക്ലിനിക്കായി ഈ പരിയാരത്തെ പോളിക്ലിനിക്കിനെ മാറ്റിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ ലാബ് വൈക്കത്തേക്ക് മാറ്റുവാനുള്ള നടപടിയുമായി നമ്മുടെ സർക്കാരും കോട്ടയം ജില്ലയിലെ ചില പാർട്ടി നേതാക്കളും മുന്നോട്ട് വന്നിരിക്കുന്നു. അതിനെതിരെയുള്ള ശക്തമായ സമര പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒട്ടനവധി നേതാക്കളെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാനുള്ളത് കൊണ്ട് പള്ളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും ശക്തമായ പ്രതിഷേധ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്കുള്ള സ്വാഗതത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനീയനും
ആദരണീയനുമായ പ്രസിഡന്റ് ശ്രീ സാം കെ വർക്കി അവർകളാണ് അടിയന്തരമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ ഒരു ധർണ നടത്തി പ്രതിഷേധിക്കുവാൻ മുന്നോട്ട് വന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനും ബഹുമാനീയനുമായ പ്രസിഡന്റ് ശ്രീ സാം കെ വർക്കിയെ ഈ യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട MLA-യുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്കും ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും മുൻ DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാനീയനും ആദരണീയനുമായ മുൻ പ്രസിഡന്റുമായ ബഹുമാനീയനായ ശ്രീ ജോഷി ഫിലിപ്പ് അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാനായ മെമ്പർ ശ്രീ വൈശാഖ് അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ KV ഗിരീശൻ അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കോട്ടയം ഈസ്റ്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഞങ്ങളുടെ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാമായ പ്രതിപക്ഷ നേതാവ് ശ്രീ CB ജോൺ അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പോഷക സംഘടനയുടെയും ബഹുമാനപ്പെട്ട നേതാക്കളായ ശ്രീ അശോക് മാത്യു അടക്കമുള്ളവരെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനീയരായ മെമ്പർമാരും ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനരായ മെമ്പർമാരും എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ മുഴുവൻ സമരഭടന്മാരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഇവിടെ ഈ പരിയാരം വെറ്റിനറി ക്ലിനിക്കിൻ്റെ ഫ്രണ്ടിൽ ഇനി ഈ പ്രതിഷേധ ധർണയുമായി വരുവാനുള്ള കാര്യം നമ്മുടെ ബഹുമാനായ സ്വാഗത പ്രാസികൻ ശ്രീ സാബു പുതുപ്പറമ്പിലൂടെ പറഞ്ഞു. നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകൻ ശ്രീ തിരുവഞ്ചൂർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്നേരം ഈ പള്ളം ബ്ലോക്കിൻ്റെ സഹായത്തോടും വളരെ ഭംഗിയായി നടക്കുന്ന ഒരു വെറ്ററിനറി ക്ലിനിക്കായിരുന്നു ഈ പരിയാരത്ത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, കോട്ടയം ജില്ലയിൽ തന്നെ ആധുനിക സൗകര്യങ്ങളോട് ലാബ് ടെക്നീഷ്യനും എല്ലാം ഉള്ള ഒരു ക്ലിനിക്കാണ് ഈ പരിയാരം പോളി ക്ലിനിക്ക്. ഒരു ദിവസം വൈകിട്ട് ഈ ക്ലിനിക്ക് അടച്ചിട്ട് ഇവിടുത്തെ ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ടവരുമെല്ലാം രാവിലെ അത് തുറന്നപ്പോൾ ഇവിടെ ലാബുമില്ല, ലാബ് ടെക്നീഷ്യനില്ല. തിരക്കിയപ്പം പറഞ്ഞു അവർ വൈക്കത്തിന് പോയെന്ന് പറഞ്ഞു. വൈക്കത്തിന് പോയതിനാണ് ഇന്ന് വരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കോ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് സാബു, ഇവരാരും ഇവിടെ അറിഞ്ഞിട്ടില്ല. ഈ കള്ളന്മാർ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കട്ടോണ്ട് പോകുന്നു പറഞ്ഞ പോലെ ലാബ് ടെക്നീഷ്യൻ എല്ലാം കട്ടോണ്ട് പോകുന്ന രീതിയാണ്. ഈ പുതുപ്പള്ളി ബൈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം LDF സർക്കാർ പുതുപ്പള്ളിയോട് ഒരു ചിറ്റമനയമാണ് ഇവിടെ നടത്തുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ പോളി ക്ലിനിക്കിൽ നിന്ന് ഈ ലാബ് ടെക്നീഷ്യൻ എല്ലാം മാറ്റി. അതിനെതിരെയാണ് പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം. കൂടുതലായി ഇവിടെ ഞാൻ ഇതിനെപ്പറ്റി നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകനും അതുപോലെ വളരെ ഉന്നതരായ നേതാക്കന്മാരിവിടെ സംബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് എൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുകയും അതുപോലെ മുമ്പോട്ട് നമുക്കറിയാം ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഒരു 20 ലക്ഷം രൂപ മുടക്കി ടേക്ക് എ ബ്രേക്ക് എന്നും പറഞ്ഞ ഒരു അസ്ഥികൂടം പോലെ തന്നെ അവിടെ ഇറങ്ങേണ്ടി വെച്ചിട്ടുണ്ട്. അത് പഞ്ചായത്തിന് 25 ലക്ഷം രൂപ നെഞ്ചത്ത് വെച്ചു ജനങ്ങളുടെ. അത് അതിലേ പോയി എന്ന് പറഞ്ഞാൽ ഇവർ കാണിക്കുന്ന മുഴുവൻ ഈ കൊള്ളരാഴിയ ജനങ്ങൾ സഹിക്കണം. ഏകദേശം 1.5 കൊല്ലം കൂടി ഉള്ളൂ, അത് കഴിയുമ്പോൾ ഇതെല്ലാം തീർന്നോളും. ഏതായാലും ഈ 1.5 കൊല്ലം നമ്മൾ ഈ പാവഭാരം പിന്നേക്കണം. അതിനുശേഷം UDFിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു സർക്കാർ കേരളത്തിൽ വരികയും UDFിൻ്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ അധികാര കൈമാറ്റം വരുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കൊള്ളരാഴിക്കൊക്കെ ഓരോന്നിനും ഞങ്ങൾ മറുപടി പറയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ബഹുമാനായ തിരുവഞ്ചൂർ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട പ്രമുഖരായ നേതാക്കന്മാർ ജോഷിയടക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുസിബി അടക്കം ജില്ലാ പഞ്ചായത്ത് അംഗം വഹിച്ചടക്കമുള്ള വലിയൊരു നേതൃനിരയാണ് ഇവിടെ ഉള്ളത്. സഹോദരങ്ങളെ, സ്നേഹിതരെ, ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു മന്ത്രി ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത് ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്. ചിഞ്ചു റാണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് കുഞ്ചിക്കളിക്കുന്ന വേറെ ആരും ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ അവർ നമ്മളുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊച്ചിക്കളിക്കും എന്നൊരു തോന്നലേ ഉണ്ടായില്ല. ഞാൻ എന്ത് കാരണത്താലും ഇത് കൊണ്ടുപോകും. ഒരു ഭരണം മാറി മാറി കുഴപ്പമൊന്നുമില്ല, വേറൊരു ഭരണം വന്നു, ഇനിയും വേറെ ഭരണം വരും. അതിൽ ജനാധിപത്യത്തിൽ മാറി 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 ഗവൺമെൻറ്റുകൾ വന്നതേയിരിക്കും. ഓരോ ഗവൺമെൻറ് വരുമ്പോഴും പശു അതിൻ്റെ അടിസ്ഥാനത്തിൽ കാല് മാറണം എന്ന് പറഞ്ഞ കാര്യം നടക്കും. അപ്പോൾ അതിനെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംരംഭമാണ് ശ്രീ ഉമ്മൻചാണ്ടി ഈ നിയോജകമണ്ഡലത്തിൽ അതിദീർഘകാലമായ ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം കടന്നു ചെല്ലാത്ത ഒരു ജനപ്രതിനിധി രംഗവുമില്ല. മുഖ്യമന്ത്രി പദം വരെ എത്തിയിട്ടുള്ള വ്യക്തിയാണ്, 1-2 പ്രാവശ്യം. അദ്ദേഹത്തിൻ്റെ ഈ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഒരു ജനപ്രതിനിധിയെ പുതുതായി തിരഞ്ഞെടുത്ത ഒരു സാഹചര്യത്തിൽ ഇതൊരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി കൊണ്ടുപോകുന്നതിനുള്ള നടപടിയെടുക്കാൻ പറ്റുമോ? ഞാനിവിടെ വന്നപ്പോൾ തമാശയായി ചോദിച്ചു, അവിടെ പശുവിന് ഇവിടെ തിന്നാനുള്ള പുല്ലും കൂടി ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന്. കാരണം അവിടെ വൈക്കത്ത് മണലേ ഉള്ളൂ, അവിടെ പുല്ല് കിട്ടണമെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം. അപ്പം ഇതുപോലെ ആളുകളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകാമോ? ഒരു ഗവൺമെൻറ്റിന് ഇത് ചേർന്നതാണോ? ഞാനിപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് തർക്കമുള്ളൂ. നേരത്തെ ഇവിടെ പറഞ്ഞു, നേരത്തെ സാമ പറഞ്ഞത് ഇവിടെ മാത്രമാണ് ഈ വിവേചനം എന്നല്ല. അല്ല, ഒരു വിവേചനത്തിൻ്റെ കൊടിയ ആക്രമം നേരിടുന്ന ഒരു സ്ഥലത്തു നിന്ന് ഞാൻ തന്നെ വരുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ കോട്ടയം പട്ടണത്തിലെ ഇവിടെ സ്കൈ വോക്ക് കണ്ടില്ലേ? സ്കൈ വോക്ക് തുരുമ്പ് പിടിക്കാൻ തുടങ്ങി. ഇനി പിണറായിക്ക് തുരുമ്പ് പിടിച്ചെങ്കിലേ സ്കൈ വോക്ക് രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയുണ്ട് ഒരു ഏർപ്പാട്, ഇങ്ങനെയുണ്ടൊരു ഗവൺമെൻറ് ഉണ്ടോ? ഇത് ആരുടെ ഗവൺമെൻറ്റാണ്? ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രയോജനം പാവപ്പെട്ട ഇവിടെ നമ്മളുടെ കർഷകർക്ക് എന്താ ഉള്ളത്? കർഷകർക്കൊരു ആനുകൂല്യമില്ല. ഇവിടെ മൃഗസംരക്ഷണം നടത്തുമെന്ന് പറഞ്ഞു, അതിനുവേണ്ടി നടപടിയൊന്നുമില്ല. അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കണ്ടേ? അതൊന്നും എടുക്കുന്നില്ല. മനഃപൂർവ്വമായി ഇവിടെ നിന്ന് ഇത് പറിച്ചെടുത്ത് കൊണ്ടുപോയി CPIയുടെ ഒരു MLA ഉള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ച്, ഞാൻ പറഞ്ഞു CPI കുറച്ച് ഭേദം രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. ഇത് തട്ടിക്കൊണ്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരേ കൂട്ടിൽ കെട്ടാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ എന്ന്. അപ്പം ഇങ്ങനെ ഒരു നടപടി എടുക്കാമോ ഒരു ഗവൺമെൻറ്? ഈ നാട്ടിലെ കർഷകരോടൊപ്പം നിൽക്കണ്ടേ? ക്ഷീര കർഷകരോടൊപ്പം നിൽക്കണ്ടേ? ഈ നാട്ടിലെ പാവങ്ങളോടൊപ്പം നിൽക്കണ്ടേ? അതിനു വേണ്ടിയുള്ള നടപടി എടുക്കണ്ടേ? അതിന് പകരം അവരുടെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയുള്ള ആയുധമായി നമ്മുടെ ഈ വെറ്റിനറി ഹോസ്പിറ്റലിനെ മാറ്റുന്നത് ശരിയാണോ? വെറ്റിനറി ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഞെട്ടും. കാരണം വെറ്റിനറി കോളേജിലെ ഒരു സംഭവം കേട്ട് കേരളത്തിലെ ജനങ്ങളുടെ ഞെട്ടിയിരിക്കുകയാണ്. ഒരു പയ്യനെ അവിടെ ഇട്ട് നിഷ്ഠൂരമായി മർദ്ദിച്ച് ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞതിൻ്റെ കഥനഭാരം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടേയില്ല. ഇനിയിപ്പോൾ വെറ്റിനറി ഹോസ്പിറ്റലും അതേ രൂപത്തിലാണ് വരുന്നത്. ഈ രൂപം ഞാൻ പറയുന്നു, ഇതിവിടെ തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ സാധ്യമല്ല. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവന്നേ മതിയാവും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോയത് അടിയന്തരമായി ഇവിടെ തന്നെ സ്ഥാപിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകർക്ക് അവർക്കുള്ള സഹായം തട്ടിയെടുക്കുന്ന ഗവൺമെൻറ് ഇത് എന്ന് തെളിയിക്കാനുള്ള സാധ്യത നിങ്ങൾ ഉപേക്ഷിക്കരുത്. അതുകൊണ്ട് ആ സ്ഥാപനം ഇവിടെ തന്നെ വരണം. ഈ സ്ഥാപനം ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ ഈ ജനാധിപത്യത്തിൽ സ്ഥാപനങ്ങളൊക്കെ മാറും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഗവൺമെൻറ്റിലൊരു മാറ്റമുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ആ മാറ്റമുണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ചില സംഭവങ്ങൾ കൂടി ഉണ്ടാകും. ഒരു സർക്കാരിൻ്റെ ശക്തി കണ്ടുകൊണ്ട് ചെയ്യരുതാത്ത ഒരു പണി ചെയ്ത ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ നോക്കി വെച്ച് അതും ഞങ്ങൾ കൈകാര്യം ചെയ്യും.
ഒരു കാരണവശാലും അത് ചെയ്യരുതായിരുന്നു. ഏത് മന്ത്രി പറഞ്ഞാലും ആര് മന്ത്രി പറഞ്ഞോന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണെങ്കിൽ ശരി, ഇതുപോലൊരു നടപടി എടുക്കാമോ? ജനാധിപത്യത്തിൽ ഇതെല്ലാം നമ്മുടെ പൊതുസ്വത്തല്ലേ, സ്വകാര്യമായി ആർക്കെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുന്നതാണോ? അത് ശരിയല്ല. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ തന്നെ പ്രകടമായി ഒരു ചെറിയ പ്രശ്നം ഞാൻ കാണുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാ റോഡും കുഴപ്പത്തിലാണ് എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബോർഡ് ഞാൻ എല്ലായിടത്തും കണ്ടു. അപ്പം ഞാൻ തിരക്കി, എന്താ ഇങ്ങനെ ഇവിടെ മാത്രം ഈ കുഴപ്പത്തിൽ വരാൻ എന്താ? ടെൻഡർ വിളിച്ചതുപോലും പണി ചെയ്യിക്കാതെ വെച്ചിരിക്കരുത്. അത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ഒരു പണിയും ചെയ്യരുത് എന്ന് പറയുകയാണ്. ടെൻഡർ അവിടെ ചെയ്ത പണികൾ പോലും നിർത്തിവെപ്പിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? ചാണ്ടി ഉമ്മൻ ജയിച്ച് 1-2 ആഴ്ചക്കുള്ളിൽ പല റോഡുകളും ഇവിടെ ടാർ ചെയ്തു. കാരണം പണ്ടേ ചെയ്യാൻ പറ്റുമായിരുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ വേണ്ടി ആളുകളെ മണ്ടൻ കളിപ്പിച്ചുകൊണ്ട് അവർ തട്ടി നീക്കിക്കൊണ്ടേ പോയതാണ്. ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ പോട്ടെ നടന്നോട്ടെ എന്നൊരു മട്ടായി അങ്ങനെ അവർക്ക് പറയേണ്ടി വന്നു. അതുകൊണ്ട് എന്തുണ്ടായി? വോട്ടിന്റെ എണ്ണം കുറയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ അബദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. അവസാനം എന്തായി? 47,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചാവകാശി കേരള നിയമസഭയിൽ എത്തി എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള പെരുമാറ്റം അവസാനിപ്പിക്കുന്നതാണ് ഗവൺമെന്റിന് നല്ലത്. നീതിയോടുകൂടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. നീതി രഹിത ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള നടപടിയെ ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഭാവുകം തരികയാണ്. ഇത് മടങ്ങി എത്തുന്നത് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. മടങ്ങി എത്തുന്ന ദിവസം നമുക്കെല്ലാവർക്കും കൂടി പടക്കം പൊട്ടിക്കാം. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയവരെ തലസ്ഥാനത്തുനിന്ന് തൂത്ത് നീക്കി നമുക്ക് വീണ്ടും 2ാമത്തെ പടക്കം ഇവിടെ വീണ്ടും പൊട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് അബദ്ധം പറ്റിയതാണ് എന്ന് വരികിൽ അത് തിരുത്താനുള്ള സമയമുണ്ട്. അതെല്ലാം മനഃപൂർവ്വമാണ് എന്ന് വരികിൽ അതിനെ ബോധപൂർവമായി തന്നെ ഞങ്ങൾ കാണുകയാണ്. അതിനെ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ നേരിടും. ഒരു സംശയവുമില്ല. ഇത് പോയാൽ പോകട്ടെ എന്നൊരു മറുപടിയെടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിവിടെ വന്നേ മതിയാകും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുല്ലും പുറത്ത് സൗജന്യ സേവനം എന്ന് പറയുന്നത് പോലെയാണ്. ഒരു പ്രശ്നമല്ലാതെ EMSന്റെ പേരിൽ ഒരു ഹോള് ഇവിടെ ഉണ്ടായി. ഞാൻ ചോദിച്ചു, EMSന്റെ പേരില EM ജോർജിന്റെ പേരിൽ എന്താ ഇടാതിരുന്നത്? EM ജോർജ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നേരത്തെ MLA ഉണ്ടായിരുന്നു. അങ്ങനെ ഇടണം, EM ചേർത്തോടെ ഇടണം എന്ന് ഒരിക്കലും EM ജോർജല്ലേ വരണ്ടോ? EMSും പുതുപ്പള്ളി കവലയും തമ്മിലുള്ള ബന്ധം, അദ്ദേഹത്തിന് ഈ കവലയിൽ എത്ര കടയുണ്ടെന്ന് പോലും അറിയില്ലല്ലോ, ഒന്നും അറിയില്ലല്ലോ. അപ്പം മനഃപൂർവ്വമായി ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപനങ്ങളെ ഇവിടെ മാർക്സിസ്റ്റ് വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമാണ്. അത് ശരിയല്ല. ആ തെറ്റായ പ്രവർത്തനത്തിനെതിരായി പ്രതികരിക്കാൻ മുന്നോട്ട് വന്ന നിങ്ങളെ എല്ലാവരെയും എൻ്റെ നിറഞ്ഞ ഹൃദയത്തോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. പോളിക്ലിനിക്കായി ഉയർത്തുകയും പുതുപ്പള്ളി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല സമീപ പഞ്ചായത്തുകളായ കറകച്ചാല്, വാകത്താനം അടക്കമുള്ള പഞ്ചായത്തുകളിലെ ക്ഷീരകർഷകർക്ക് അതുപോലെ തന്നെ മൃഗസ്നേഹികൾക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ വളരെ മാതൃകാകരമായ പ്രവർത്തനം നടത്തുന്ന പരിയാരത്ത് ഉള്ള മൃഗാശുപത്രി, ഇവിടെ അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ലാബടക്കം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് ഒരു നീതിബോധമുള്ള ഒരു ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. അതും രാത്രിയിൽ ഇവിടുത്തെ ജനപ്രതിനിധികളോട് പോലും ഒരു വാക്ക് പറയാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കുറുവ സംഘത്തെ പോലെ ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ പാതിരാത്രിയെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എത്രയോ വലിയ വെല്ലുവിളിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരെ ഈ ഗവൺമെന്റും മൃഗസംരക്ഷണ വകുപ്പും ഉയർത്തിയിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഈ ശക്തമായ പ്രതിഷേധ സമരങ്ങളുടെ വലിയ ഒരു മുന്നേറ്റമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്.
അതിന്റെ ഒരു സൂചനയായി മാത്രം നമ്മൾ ഈ പ്രതിഷേധ ധർണയെ കണ്ടാൽ മതിയാകും. നമുക്കറിയാം, പുതുപ്പള്ളി കോട്ടയം നിയോജക മണ്ഡലങ്ങളോട് പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ MLA-മാർ പ്രതികരിക്കുന്ന നിയോജക മണ്ഡല നിലയിൽ ഈ നിയോജക മണ്ഡലങ്ങളോടൊക്കെ ഈ ഗവൺമെന്റ് കാണിക്കുന്ന അതിശക്തമായ ചിറ്റമണയം, പ്രത്യേകിച്ച് പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന, പക്ഷേ ശ്രീ ചാണ്ടി ഉമ്മന് ഈ നിയോജക മണ്ഡലം നൽകിയ ഐതിഹാസികമായ ഭൂരിപക്ഷം, അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ ഫ്രാൻസിസ് ജോർജിന് നൽകിയ വലിയ ഭൂരിപക്ഷം, അതൊക്കെ ഇവിടുത്തെ CPM-ന്റെയും CPI-യുടെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാരെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഒരു പ്രകടമായ ദൃഷ്ടാന്തമായിട്ട് ഈ പുതുപ്പള്ളിയിലെ സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് മാറ്റുവാനുള്ള തീരുമാനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യം അവര് അയർക്കത്തുണ്ടായിരുന്ന വൃത്തസദനം മാറ്റി പാവപ്പെട്ട പ്രായം ചെന്ന മാതാപിതാക്കന്മാര് അവർ ശാന്തമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന അവരെ അവിടെ നിന്ന് പറിച്ച് കടുത്തുരുത്തിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ആ സ്ഥാപനം അവിടെ നിന്ന് മാറ്റുവാനുള്ള തീരുമാനമെടുത്തു. അതിശക്തമായ സമരമാണ് ശ്രീ MLA-യുടെ നേതൃത്വത്തിൽ നമ്മൾ അവിടെ നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഈ പരിയാരം പോളിക്ലിനിക്കിലെ അത്യാധുനിക ഉപകരണങ്ങൾ, സ്കാനിങ്ങിനടക്കമുള്ള ഉപകരണങ്ങൾ, അത് പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. അതവിടെ നിന്ന് നേരെ വൈക്കം ബ്ലോക്കിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതിനെതിരെ അതിശക്തമായ ജനവികാരമാണ് ഉയർന്നു വരേണ്ടത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതുപ്പള്ളിയിലെ ജനങ്ങളോട് മാത്രമല്ല, പുതുപ്പള്ളിയിലെ മൃഗങ്ങളോട് പോലും കരുണയില്ലാത്ത ദയയില്ലാത്ത പ്രവർത്തനമാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ സർക്കാർ നടത്തുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഈ അവഗണനയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ഇനിയും ഉണ്ടാകും. ഈ സ്ഥാപനങ്ങളുടെ ഈ ലാബ് ടെക്നീഷ്യനെ അടക്കം ഇവിടെ പുനഃസ്ഥാപിക്കുന്നതുവരെ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതൃത്വത്തിൽ അതിശക്തമായ സമര പരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണയിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരെയും ജനപ്രതിനിധികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഒരു മോഷ്ടാക്കളെ പോലെ വൈക്കത്തു നിന്നും കുറെ ആൾക്കാർ ഇവിടെ വന്ന ഈ ആശുപത്രിയുടെ ലാബ് അടക്കമുള്ള സാധനങ്ങളുമായി കടന്നു പോവുകയുണ്ടായി. അന്ന് വൈകുന്നേരം തന്നെ CPI-യുടെ പുതുപ്പള്ളിയുടെ സെക്രട്ടറിയും പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അനിൽ M. ചാണ്ടിയാണ് ആദ്യം ഈ വിവരം വിളിച്ചു പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയുടെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഫലമാണ് ആശ എന്ന് പറയുന്ന വൈക്കത്തെ MLA-യുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്ഥാപനം ഇവിടുന്ന് മാറ്റുവാനുള്ള നടപടി സ്വീകരിച്ചത്. ഞങ്ങൾ അങ്ങനെ തന്നെ ഞാനും സാവിച്ചാനും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അയാൾ ആദ്യമൊക്കെ ഉരുണ്ട് കളിക്കുക. അവസാനം പറഞ്ഞു, ഞാനത് അനിൽകുമാറിനെ ചുമതലപ്പെടുത്തി, അദ്ദേഹമല്ലേ CPI-യുടെ എന്ന് പറഞ്ഞാൽ കൈയൊഴിയാണ്. ഇവരെല്ലാവരും ഒരേ കള്ളന്മാരാണ് ഈ കാര്യത്തിൽ. ഇന്നലെ നമ്മുടെ ജോഷി ഫിലിപ്പ് രാവിലെ ഞങ്ങളെല്ലാം വിളിച്ച് സംസാരിച്ച് അടിയന്തരമായി സമരം നടത്തണം, ജനപ്രതിനിധിയും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റിയൊക്കെ മുൻകൈയെടുത്ത് ഇതിനെതിരെ ശക്തമായ സമരം നടത്തണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ സമരവുമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഏതായാലും ശനിയാഴ്ച 30-ാം തീയതി പള്ളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടല്ല, ഇന്നലെ കമ്മിറ്റി നോട്ടീസ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സമര വിവരവും അവരറിയുന്നത്. ഏതായാലും 30-ാം തീയതി ശനിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്തിൽ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ശക്തമായ പ്രതിഷേധവും പരിപാടികളുമായി ഞങ്ങൾ 6 പേരും ഉണ്ടാവും. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പുതുപ്പള്ളിയിലെ കോൺഗ്രസിന്റെ നേതൃത്വ നിരയുമായി കൂടിയാലോചിച്ച് അന്നേ ദിവസം രാവിലെ ബ്ലോക്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി സമരത്തിന് ശേഷം നമ്മൾ ആലോചിച്ച് സമരം നടത്തുന്നതാണ്. ഈ സമരം ഇവിടം കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതല്ല. കാരണം ഈ പ്രദേശത്തെ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ തന്നെയല്ല, മറ്റേ കോട്ടയം നിയോജകമണ്ഡലത്തിലെ പനച്ചിക്കാട് പഞ്ചായത്തിലായാലും വാഴൂരിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഇവിടെ മൃഗങ്ങളുമായി വന്ന് അതിനാവശ്യമായ ചികിത്സാ സഹായം വാങ്ങിക്കുന്നത് ഇവിടെയാണ്. കാരണം കോടിമതയിൽ പോകുന്നതിനേക്കാൾ തിരക്ക് കുറഞ്ഞ ഒരു ആശുപത്രി ആയതുകൊണ്ടാണ് വളരെയധികം പ്രയോജനകരമായ രീതിയിലാണ് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നത്. നമുക്കറിയാം, കോട്ടയത്ത് വളരെ തിരക്കുള്ള ഒരു ജില്ലാ ആശുപത്രിയാണ് കോടിമതയിലുള്ളത്.
അതിലും സൗകര്യമായി ഇവിടെ വരുന്നതിനാണ് വേണ്ടി പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപയാണ് ഈ പദ്ധതിയിൽ വെച്ച് ഇതിനാവശ്യമായ സാധനം വാങ്ങിച്ചത്. ഇന്ന് ആ 15 ലക്ഷം രൂപ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിനും അതിന് അനുവദിച്ചുള്ള പുതുപ്പള്ളി പഞ്ചായത്തിനും ആ പൈസ നഷ്ടപ്പെട്ടിരിക്കുക. അതിന് ഉത്തരവാദി എന്ന് ഇവിടുത്തെ ഭരണാധികാരികളും പള്ളം ബ്ലോക്കിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. കാരണം ഈ സ്ഥാപനം ഇവിടുന്ന് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ടും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് 30-ാം തീയതി ശക്തമായ പ്രതിഷേധം അവിടെ ആ കാര്യത്തിൽ രേഖപ്പെടുത്തും. അതിന് യാതൊരു സംശയവും വേണ്ട. ഇവിടെ ചിഞ്ചൂറാണി എന്ന് പറഞ്ഞ ഒരു മന്ത്രിക്ക് ആശ എന്ന് പറയുന്ന വൈക്കത്തെ MLA ഒരു കത്ത് കൊടുക്കുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നിന്ന് തന്നെ ഇത് കൊണ്ടുപോയപ്പോൾ എത്രമാത്രം ധാർഷ്ട്യവും അഹങ്കാരത്തിന്റെയും പുറത്താണ്. ഇവിടുത്തെ CPM ഭരിക്കുന്ന പുതുപ്പള്ളി പഞ്ചായത്തിലെ പ്രസിഡന്റോ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഏരിയ സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിമാർക്ക് ആർക്കും ഇതിനെപ്പറ്റി ഉത്തരവാദിത്വമില്ലേ? പുതുപ്പള്ളിയിൽ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ ഇന്ന് കോട്ടയത്തെ ഒരു മന്ത്രി പറഞ്ഞു പുതുപ്പള്ളിയിൽ എക്സ്റേ എടുക്കാൻ പോലും മാർഗമില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് ഇതുപോലുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ കഠിനാത്മകമായി ഈ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്ന ഗവൺമെന്റിന്റെ നിരവധി പദ്ധതികൾ ഇന്ന് തട്ടിയെടുക്കുന്ന സമീപനമാണ് ഈ കോട്ടയത്തിന് നേതൃത്വം. കോട്ടയം ജില്ലയിലെ ഒരു മന്ത്രി തന്നെ ഇതിന് കൂട്ടി നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു എക്സ്റേ എടുക്കാൻ പോലും മാർഗമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഏറ്റുമാനൂർ ചെന്നപ്പോൾ ഒരു പാലത്തിൽ നിന്നും പാലമില്ലാതിന്റെ പേരിൽ ഒരു കുട്ടി വെള്ളത്തിൽ പോയി മരിച്ച സംഭവം അദ്ദേഹത്തിന് ആ നിയോജകമണ്ഡലത്തിൽ പോലും ഇറങ്ങാൻ മേലാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് പുതുപ്പള്ളിയിൽ അങ്ങനത്തെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ അടിച്ചു മാറ്റുന്ന ഈ CPMന്റെ കപട രാഷ്ട്രീയങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നാട്ടകത്ത് വരികയാണ്. ഏതാണ്ട് 3 മണിക്ക് അവിടെ ഇന്ത്യ പ്രസിഡന്റ് സ്ഥലത്ത് അവിടെ ഒരു മ്യൂസിയം പണിതിട്ടുണ്ട്. ആ മ്യൂസിയത്തിനെ സംബന്ധിച്ചോളം വളരെയധികം ആക്ഷേപങ്ങളും പരാതികളും ഉള്ളതാണ്. അവിടെ ഒരു മ്യൂസിയത്തിൽ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പ്രതിമയുടെ യാതൊരു വിധമായ ഇതുമില്ലാത്ത ഒരു പ്രതിമയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ആളിന്റെ ജീവനോടെ ഇരിക്കുന്ന മുഖവും ആ പ്രതിമയും 2 തരത്തിലുള്ള മുഖങ്ങളാണ്. അതിനെ സംബന്ധിച്ച് പത്രങ്ങളിലെല്ലാം വലിയ വാർത്തകൾ വന്നു. ആ പ്രതിമയുടെ ഉത്തരവാദിത്തപ്പെട്ട കുടുംബക്കാർ അതിനെ സംബന്ധിച്ച് പരാതി നൽകി. ആ പരാതി നൽകിയതിനെ എടുത്തിട്ട് പത്രങ്ങളിലെല്ലാം വലിയ വാർത്തകൾ വന്നു. അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ മണ്ണാണ് ആ ഇന്ത്യ പ്രസിഡന്റ് സ്ഥലത്തിൽ നിന്നും ഈ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പറഞ്ഞ് അവിടുന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. എന്നവിടെ ഒരു മ്യൂസിയം ഉദ്ഘാടനത്തിന് നാട്ടിലെ ജനങ്ങൾ അവിടെ ഭയങ്കരമായ എതിരാണ് ആ മ്യൂസിയത്തിന്. അതിന് ഇന്ന് കോട്ടയം ജില്ലയിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഉച്ചകഴിഞ്ഞ് അവധിയാണ്. എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും സഹകരണ ഡിപ്പാർട്ട്മെന്റ് കൺസ്യൂമർ ഫണ്ട് അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഉച്ചകഴിഞ്ഞ് അവധി നൽകിയിരിക്കുക. കാരണം പിണറായി വിജയൻ വരുമ്പോൾ ആളുണ്ടാകണമെങ്കിൽ നാട്ടുകാരും ചെല്ലത്തില്ല. കാരണം നാട്ടുകാരും എതിരായതുകൊണ്ട് നാട്ടുകാരും ചെല്ലത്തില്ല. അതുകൊണ്ട് ആളെ കൂട്ടാൻ വേണ്ടി സഹകരണ ബാങ്കിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഇന്ന് 3 മണിക്ക് നാട്ടകത്ത് ചെല്ലണമെന്ന് പറഞ്ഞ് ഇന്ന് ഉച്ചകഴിഞ്ഞ് സഹകരണ ഡിപ്പാർട്ട്മെന്റിന് അവധി നൽകുകയാണ്. നമുക്കറിയാം, ഒരു അവധിയൊക്കെ ഉച്ചകഴിഞ്ഞ് നൽകണമെങ്കിൽ ഒന്നിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒരു മരണപ്പെടണം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാരണങ്ങളുള്ളൂ. ഇത് പിണറായി വിജയൻ വരുന്നിടത്ത് ജനങ്ങൾ ചെല്ലുവാൻ വേണ്ടി ആളെ കൂട്ടാൻ വേണ്ടി ഇന്ന് ആ സ്ഥാപനത്തിന് അവധി കൊടുക്കുക. ഇതുപോലുള്ള കാട്ടായങ്ങളാണ് ഇന്ന് ഈ ഗവൺമെന്റ് കാണിക്കുന്നത്. എന്തായാലും ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ലാബ് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച ലാബ്, ആ ലാബ് തന്നെയല്ല, അതിനകത്തുള്ള 2 ഉദ്യോഗസ്ഥന്മാരുടെ പോസ്റ്റ് ക്രിയേറ്റിംഗും കൂടെ വൈക്കത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനിയും അടുത്ത പദ്ധതി വെച്ച് ഇവിടെ ഒരു ലാബ് തുടങ്ങിയാൽ പോലും ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ മേല. കാരണം ആ പോസ്റ്റ് നേരെ വൈക്കത്ത് കൊണ്ടുവരിക. ഇനിയും അവർക്ക് അവിടെ പുതിയ ലാബ്, ഈ ലാബ് പൊളിച്ചുകൊണ്ട് വെക്കുകയും ചെയ്തു.
അവിടെ പുതിയ ആളെ നിയമിക്കുകയും ചെയ്യും. ആ നിയമനത്തിന്റെയൊക്കെ പുറകിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാവും. ഏതായാലും ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പുതുപ്പള്ളി പഞ്ചായത്തില് ഈ അഞ്ചേരി പ്രദേശത്ത് ഇവിടെ നന്നായി നടന്നുകൊണ്ടിരുന്ന ഈ സ്ഥാപനം ഈ പരുവത്തിലെത്തിച്ചതിന് ഉത്തരവാദി പുതുപ്പള്ളി പഞ്ചായത്തിലെയും ഇവിടുത്തെ CPM-നും നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന CPM-ആണ്, പുതുപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്ന CPM-ആണ്, സംസ്ഥാന ഗവൺമെന്റ് ഭരിക്കുന്ന CPM-ആണ്. ഇവരെല്ലാവരും കൂടി ഒത്തുകളിച്ചാണ് ഈ സ്ഥാപനം ഇവിടുന്ന് മാറ്റിയത്. ഇവിടുത്തെ CPI-യുടെ നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് അടുത്ത ദിവസം കമ്മിറ്റിയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക, ഇതിന് പരിഹാരമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും 30-ാം തീയതി നടക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതിന്റെ ശക്തമായ പ്രതിഷേധം അവിടെ ഉണ്ടാകും. ബാക്കി കാര്യങ്ങൾ പാർട്ടിയായിട്ട് ആലോചിച്ച് സമരപരിപാടികളുമായി നമുക്ക് മുന്നോട്ട് പോകണം. ഈ സമരത്തിന് നേതൃത്വം നൽകിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെയും മറ്റ് ജനപ്രതിനിധികളെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സർക്കാർ മാറും, അടുത്തത് നമ്മുടെ സർക്കാർ വരും. 100% ഉറപ്പാണ്. ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ നാട്ടിലെ വികസനങ്ങൾ ഇല്ല എന്ന് ഇടതുപക്ഷങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ ഈ നാട്ടിൽ നിന്ന് 3 യൂണിറ്റുകൾ PWD ഡിവിഷൻ ഓഫീസ് ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ തന്നെ കറുകച്ചാലേക്ക് പോയി. തിരുവഞ്ചൂരിൽ നിന്നുള്ള വൃദ്ധസദനം അവിടുന്ന് മാറ്റിക്കൊണ്ടുപോയി. ഇന്നിതാ ഈ ലാഭം ഇവിടുന്ന് മാറിക്കൊണ്ട് വൈക്കത്തേക്ക് മാറുന്നു. ഈ സർക്കാരിന് വൈക്കത്തൊരു ലാഭ സൗകര്യം ഏർപ്പെടുത്തിയതിനോട് നമുക്ക് വിരോധമില്ല. ഈ സർക്കാരിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ ഒരു ലാഭ സൗകര്യം ഏർപ്പെടുത്തിയാൽ മതിയാമായിരുന്നല്ലോ. ഒരു ജില്ലയിലുള്ള ഏകദേശം 4-5 ഇതുപോലെ പോളിക്ലിനിക്കും ലാഭ സൗകര്യമുണ്ട്. അത് പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ മാറ്റി വൈക്കത്തേക്ക് സ്ഥാപിച്ചതിന്റെ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. വൈക്കത്തെ MLA ഈ ഗവൺമെന്റിലുള്ളതാണ്, CPI-യുടെ MLA ആണ്, ഭരണ സ്വാധീനമുള്ളതാണ്, അവർ വകുപ്പ് മന്ത്രിയുമുള്ളതാണ്. ഈ ലാഭ സൗകര്യവും ഈ അവിടെ ഏർപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം? വൈക്കത്ത് ഇതേ സൗകര്യം ഏർപ്പെടുത്താമായിരുന്നല്ലോ, അവർക്ക് അതിനുള്ള നിയമനവും ഉണ്ടാക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല? അപ്പോൾ തികച്ചും ഇതുപോലെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഈ നിലപാട് സ്വീകരിച്ച ഈ ഇടതുപക്ഷത്തെയാണ് നമ്മൾ വരും കാലങ്ങളിൽ അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ നാട്ടിലേക്ക് ജനങ്ങളുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കണം, നിങ്ങളുടെ വികസനം ഇതാണോ? നമ്മൾക്കിടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് നമ്മളൊക്കെ വളർത്തുന്ന മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും അതിൻ്റെയൊക്കെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുമൊക്കെ നമ്മൾ ആശ്രയിക്കുന്ന ഈ വെറ്റിനറി ഈ ക്ലിനിക്കിലെ സൗകര്യങ്ങൾ മോശമാകുമ്പോൾ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുടെ മരണമാണ് സംഭവിക്കുന്നത്. നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ അത് മരിക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് എത്രമാത്രമാണ്? അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന ആരാണ്? ഇവിടുത്തെ ഇടതുപക്ഷക്കാരാണ്. ഇടതുപക്ഷക്കാരെ ഈ രാഷ്ട്രീയ നിലപാടിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുന്നു. വരും കാലങ്ങളിൽ യുക്തമായ പ്രതിവിധി ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജനങ്ങളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് മദ്യ വ്യവസായവും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യമുള്ളൂ. മദ്യ വ്യവസായ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഇടതുപക്ഷത്തിന് ഈ വെറ്റിനറി ക്ലിനിക്കിന് അവർക്ക് ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ ഇടതുപക്ഷം നമുക്ക് ആവശ്യമില്ല. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ നാട് ഭരിക്കുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനം നമുക്കൊരു ശാപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പ്രവർത്തകരായ നമുക്കുണ്ട്. ജനങ്ങളെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നമുക്ക് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റുമായ ശ്രീ PK വൈശാഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ സങ്കടത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്.
കാരണം നമുക്കറിയാം പുതുപ്പള്ളിയിൽ വികസനമുണ്ടോ എന്ന് ചോദിച്ച് ഈ നാട്ടിൽ ഇലക്ഷൻ സമയത്ത് പ്രചരണം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള അണികൾ ഇത് കാണുന്നുണ്ടോ എന്നറിയുകയില്ല. കാരണം ഈ നാട്ടിലെ കൊണ്ടുവന്നിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ UDF സർക്കാരിന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വികസനങ്ങളും തച്ച് തകർത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സർക്കാർ, ആ സർക്കാർ ഇടത് പക്ഷത്ത് നിന്നുകൊണ്ട് ഭരണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അതാത് മണ്ഡലങ്ങളിൽ LDFന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും പുതിയതായി വികസനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പുതിയ ലാബുകളാകട്ടെ, ടെക്നീഷ്യൻസ് ആകട്ടെ, പുതിയ ആശുപത്രികളാകട്ടെ, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കർത്തവ്യം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്നാണ്, ഇവിടെ ഒരു മണ്ഡലത്തിലുണ്ടായിരുന്ന ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ലാബ് ടെക്നീഷ്യനും അതേ മണ്ഡലത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ എടുത്തു മാറ്റിയിട്ട് ഇത് വൈക്കത്തോട്ട് കൊണ്ടുപോകുന്നു. എന്ത് പരിഹാസമാണ്! എനിക്ക് ഈ വൈക്കം MLA ആശയോട് ശരിക്കും പറഞ്ഞാൽ പുച്ഛം തോന്നുകയാണ്. കാരണം വൈക്കം പോലൊരു സ്ഥലത്ത്, ഒരുപക്ഷെ പുതുപ്പള്ളി പോലെ നമ്മൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ പോലെ തന്നെ ഇടതുപക്ഷത്തിന് എപ്പോഴും ആധിപത്യമുള്ള വൈക്കത്ത് പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു വികസനം പറിച്ച് വൈക്കത്തോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ വൈക്കത്ത് അത് ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്! ഈ നാട്ടിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും UDFന്റെയും നേതൃത്വത്തിൽ കൊണ്ടുപോകുന്ന വികസന പ്രവർത്തനങ്ങളെ തച്ച് കറുത്തുകൊണ്ട് ഈ മണ്ഡലത്തെ നിശ്ചലമാക്കാമെന്ന് ആരും കരുതണ്ട. ഈ മണ്ഡലത്തിൻ്റെ ബഹുമാന്യനായ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ അവர்களോട് ഇവർ കാണിക്കുന്ന ചിറ്റമ്മ നയം നമ്മൾ തുറന്നു കാട്ടിയതാണ്. കലോത്സവ വേദികൾ പോലും ഞാൻ കേട്ടുകേഴ്വി പോലുമില്ല, ഒരു സബ് ജില്ലാ കലോത്സവം അല്ലെങ്കിൽ ഒരു കലോത്സവം നടക്കുന്ന സ്ഥലത്ത് MLA വിളിക്കാതിരിക്കുക, പുതുപ്പള്ളിയിൽ നടക്കുന്ന ഔപചാരികമായ പരിപാടികളിൽ MLA വിളിക്കാതിരിക്കുക, പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ അവകാശങ്ങളെ മൊത്തം തച്ചു തകർത്തുകൊണ്ട് മുൻപോട്ട് പോയാൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെയും അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനെയും ചേർത്ത് നിർത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും ഒപ്പം ഇവിടുത്തെ LDFന്റെയും പ്രവർത്തകർ മനസ്സിലാക്കിയാൽ നന്ന്. അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ മര്യാദകളും നൽകിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ നിയമസഭയിലേക്ക് അയച്ചത്. ആ അദ്ദേഹത്തെ നിയമസഭയിലോട്ട് അയച്ച ജനങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ നാട്ടിൽ അദ്ദേഹം നടത്തുന്ന വികസനത്തെ പറ്റി കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടക്കുക. നമുക്കറിയാം, സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ഈ നാട്ടിൽ 140 നിയോജകമണ്ഡലം MLAമാരുള്ളപ്പോൾ വിദ്യാഹസ്തം പോലുള്ള സ്കോളർഷിപ്പുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് പുതുപ്പള്ളിയാണ് എന്നതാണ് വസ്തുത. ഈ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോലും പുതുപ്പള്ളി MLAക്ക് കത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഞങ്ങൾ വിദ്യാഹസ്തം സ്കോളർഷിപ്പിന് താങ്കൾ ഈ കുട്ടിയെ കൂടി പരിഗണിക്കുമെന്നും പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ പോലും MLAമാർ കത്തെഴുതുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ പുതുപ്പള്ളിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലാബും സൗകര്യങ്ങളും കൂടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതിന്റെ പ്രശ്നം നമ്മൾ നോക്കുമ്പോൾ നിസ്സാരമല്ല. പകർച്ചവ്യാധികൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിപ്പ അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊരു മനുഷ്യനെ പോലെ തന്നെ നമ്മൾ പരിപാലിക്കേണ്ട, നമ്മൾ നോക്കേണ്ട സാഹചര്യങ്ങൾ മൃഗങ്ങൾക്കുണ്ട്. ഇവിടുന്ന് ഈ ലാബും ടെക്നീഷ്യനും അടക്കമുള്ള സംവിധാനങ്ങൾ മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ മൃഗങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ഐഡന്റിഫൈഡ് ആയിട്ടുള്ള രോഗങ്ങൾ പെട്ടെന്ന് നമുക്ക് നോക്കിക്കാണാൻ പറ്റുകയില്ല. അത് മറ്റ് സ്ഥലങ്ങളിലോട്ട് നമ്മൾ ടെക്നീഷ്യൻ അടക്കമുള്ള ലാബ് അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ മറ്റൊരു സ്ഥലത്തേട്ട് അയക്കണം. നമുക്ക് ഈ പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലോട്ട് പെരുകിപ്പരുന്ന ഈ സാഹചര്യത്തിൽ അതിനെ തടയിടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നമ്മുടെ ആശുപത്രികളിൽ സജ്ജീകരിച്ചുകൊണ്ട് നമ്മുടെ ആളുകൾ ഇത് മുൻകൂട്ടി ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഇതിവിടെ സ്ഥാപിച്ചത്. അതിന് വിലങ്ങുകടിയായി നിന്നുകൊണ്ട് ഒരുപക്ഷെ വൈക്കത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് പറിച്ചെടുത്തുകൊണ്ട് മറ്റു സ്ഥലത്തോട്ട് പോകുമ്പോൾ അത് നോക്കി നിൽക്കാൻ UDFന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഒരു സൂചനാ സമരമാണെന്ന് ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമരം നടത്താൻ നേതൃത്വം നൽകിയ ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ സമരത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സമയക്കുറവുകൊണ്ട് അധികം സംസാരിക്കുക. രണ്ട് കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ഈ പോളിക്ലിനിക്ക് ശ്രീ ഉമ്മൻചാണ്ടി മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന സ്ഥാപനമാണ്.
പോളിക്ലിനിക് എന്ന് പറയുമ്പോൾ മനുഷ്യന് മെഡിക്കൽ കോളേജ് പോലെ മൃഗങ്ങളുടെ ഒരു മെഡിക്കൽ കോളേജാണിത്. ഇത്രയും സൗകര്യം പുതുപ്പള്ളിയിൽ കൊണ്ട് അത് നിസ്സാരത്തിൽ പുതുപ്പള്ളിയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സർജന്മാർക്കെതിരെയുള്ള സമരമാണിത്. 2, ഈ ലാബറട്ടറി മാറ്റാൻ ഉത്സാഹം കാണിച്ച് അവരെ ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ 1500 തെരുവ് നായ്ക്കൾ പബ്ലിക് ജനങ്ങൾക്ക് സ്വൈരജീവിതം കെടുത്തുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ മരണം വീട്ടിൽ പോയി വന്നപ്പോൾ 3-4 പെണ്ണുങ്ങൾ മാറി പട്ടി 4 വഴി കിടക്കുന്നു. അതിന് ഉത്തരവാദിത്വം ഇവർക്കില്ല. പക്ഷേ മൃഗാശുപത്രി എന്ന നിലയിൽ ഈ പട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഷെൽട്ടർ സ്ഥാപിച്ച് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മൃഗാശുപത്രി ചുമതല. അത് ജില്ലാ പഞ്ചായത്തും ഇവരും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിലൊന്നും ജനശ്രദ്ധ കൊടുക്കുന്നില്ല. അതിന് ഞങ്ങളെ അടുത്ത പ്രാവശ്യം തെരുവ് നായ ശല്യത്തിന് ഇതിലും വിപുലമായൊരു സമരം മുന്നോട്ട് സംഘടിപ്പിക്കും. ഇതിൻ്റെ നിവേദനം ഇവിടുത്തെ ഡോക്ടർക്കും സർജനും മണ്ഡലം പ്രസിഡന്റ് ലെറ്റർപാട് സമർപ്പിക്കുന്നതാണ്. അവിടെ ശക്തമായ പരിപാടിയായിട്ട് മുന്നോട്ട് പോകണം. തെരുവ് നായയുടെ സമയത്ത് ഇതല്ല ആള്, ഇഷ്ടംപോലെ സ്ത്രീജനങ്ങൾ വരും. ഓരോ സ്ഥലത്ത് 7:30 പട്ടി 10 വരും. പിന്നെ വേസ്റ്റ് വരും. വേസ്റ്റ് ഇടുമ്പോൾ നിന്നാൻ പട്ടി വരിക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് പുറത്തോട്ടിറങ്ങാൻ പേടിയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ സമരം ഉണ്ടാകും. 1 മാസത്തിനുള്ളിൽ സംവിധാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ശക്തമായ പ്രതിഷേധ സമരവും എല്ലാം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. എൻ്റെ വാർക്ക് നിർത്തുന്നു. നമസ്കാരം. ജയിച്ചു. ധർണാ സമരത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാംകേയ വർക്കി, വേദിക സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഭരണത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ MLA-മാർക്കോടുള്ള കാണിക്കുന്ന ചിറ്റമ്മ നയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അവസാനമായി നമ്മളിവിടെ കണ്ടത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ പ്രയത്നത്താൽ കൊണ്ടുവന്നിരിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ അത് ആരോടും ചോദിക്കാതെ അവരുടെ മറ്റൊരു MLA-ക്ക് വീതം വെച്ച് കൊടുക്കുന്ന രീതിയിലേക്ക് ഇതിനെ ഇവിടുന്ന് പറിച്ചു കെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ അങ്ങേയറ്റം പ്രതിഷേധം അർഹിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇവർക്ക് ഒരു സാധനം ഇതുപോലെ പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. മറ്റൊരിടത്തേക്ക് കടത്തിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ മറ്റേ അങ്ങനെ വേറെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടാക്കിയ വേറൊരു സ്ഥാപനത്തിന് വേറെ പേരിടുക, അല്ലാതെ ഒരു സ്ഥാപനം പുതിയതായിട്ട് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. ഇത് അങ്ങേയറ്റം പ്രതിഷേധം അർഹിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് തലപ്പാടി കൊണ്ടുവന്ന SME സംവിധാനം, അവിടുത്തെ ഓരോരോ കോഴ്സുകൾ ഇതുപോലെ അവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു, പലതും കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പൊ ഇവർ ഭരണത്തിൽ കയറുമ്പോൾ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള അദ്ദേഹം പ്രതികരിച്ചിരുന്ന ഇത്തരം മണ്ഡലങ്ങളിൽ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഇന്ന് ഇവിടെ കണ്ടിരിക്കുന്നത്. ഈ പോളിക്ലിനിക്ക് നമ്മുടെ ഈ നാടിന് ഏറ്റവും അനുഗ്രഹമായിരുന്നു. സമീപ പഞ്ചായത്തിലുള്ള എല്ലാ ആളുകളും ഇതിനെ പ്രയോജനകരമായി നോക്കിക്കണ്ടുകൊണ്ട് ഇവിടെ വരികയും ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. കോട്ടയം ടൗണിലുള്ള ആശുപത്രി കഴിഞ്ഞാൽ ഇത്രയും സംവിധാനങ്ങളുള്ള വേറൊരു ആശുപത്രി ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ അധികാരികൾ തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത കോട്ടയത്തിന്റെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ അടക്കം, ഇതിന്റെ മണ്ഡലം പ്രസിഡന്റ് സാം അടക്കം എല്ലാ നേതാക്കന്മാർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുണ്ട്. കോൺഗ്രസ് സിന്ദാബാദ്. പുതുപ്പള്ളിയിലെ ലാബ് ടെക്നീഷ്യനെ തിരികെ തരിക. ചിഞ്ചൂറാണി നീതി പാലിക്കുക. വൈക്കത്തേക്ക് കൊണ്ടുപോയ ലാബ് ടെക്നീഷ്യനും പുതുപ്പള്ളിയിൽ തിരികെ നൽകുക. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ചാണ്ടി ഉമ്മനോടുള്ള അനീതി അവസാനിപ്പിക്കുക. പുതുപ്പള്ളി മൃഗാശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനെയും തിരികെ നൽകുക. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്.